പി വി അൻവറിനെതിരെ കേസെടുത്ത് മഞ്ചേരി പോലീസ്. അരീക്കോട്ടെ മലബാർ സ്പെഷ്യൽ പോലീസ് ക്യാമ്പിൽ വെച്ചാണ് ഫോൺ ചോർത്തിയെന്ന പരാമർശത്തിലാണ് അരീക്കോട്ടെ മലബാർ സ്പെഷ്യൽ പോലീസ് ക്യാമ്പിൽ വെച്ച് ഫോൺ ചോർത്തിയെന്ന പരാമർശത്തിലാണ് കേസെടുത്തത്. ഫോൺ ചോർത്തിയെന്ന് ആരോപിച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങളും പുറത്തുവിട്ടിരുന്നു. സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് കമാൻഡറിന്റെ പരാതിയിലാണ് നടപടി. ഫോൺ ചോർത്തുന്നു എന്ന് പറഞ്ഞതിലാണ് കേസെന്നും ഫോൺ ചോർത്തുന്നതിൽ കേസില്ലെന്നും അൻവർ പ്രതികരിച്ചു. നമ്മളെന്ത് സീക്രട്ടാ പുറപ്പെട്ട് അവിടെ ഇവര് ഫോൺ ചോർത്തുന്നുണ്ട്, ഇന്ന ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ഉള്ളത്, പേരടക്കം നിങ്ങൾക്ക് തന്നല്ലേ, അത് പരിശോധിക്കണം എന്നാണ് പറഞ്ഞു. അപ്പൊ പരിശോധിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ കേസ്, അവിടെ ചോർത്തുന്നതിന്റെ പേരിൽ കേസില്ല. വളരെ നല്ല നീതിയല്ലേ. CB അനുമോദ് ചേരുന്നു. അനുമോദ്, ഈ അൻവറിനെതിരായ പോലീസ് നടപടി ആരംഭിക്കുകയാണ്. അൻവറിന്റെ ആദ്യ വാർത്താ സമ്മേളനങ്ങളിലാണ് അദ്ദേഹം ഈ ഫോൺ ചോർത്തൽ കാര്യം അദ്ദേഹം പരാമർശിക്കുകയും ചില റെക്കോർഡുകളൊക്കെ പുറത്തുവിടുകയും ചെയ്തത്. എന്താണ് പോലീസ് നടപടി? അൻവറിന്റെ പ്രതികരണവും എങ്ങനെ? ഏകദേശം ഒരു മാസം മുൻപാണ് മഞ്ചേരിയിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അരീക്കോട് MSPയുടെ ക്യാമ്പിൽ സ്പെഷ്യൽ ഗ്രൂപ്പ് ഓപ്പറേഷനിൽ, അതായത് SOGയുടെ ക്യാമ്പിൽ വെച്ച് ഇവർ പോലീസിന്റെ ഫോൺ സംവിധാനങ്ങൾ ചോർത്തുന്നു എന്ന ഒരു ആരോപണം ഉന്നയിച്ചത്. ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങളും അദ്ദേഹം പുറത്തുവിട്ടിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഗ്രൂപ്പ് സൂപ്രണ്ടിന്റെ പരാതിയിലാണ് ഈ ഒരു കേസ്. അതായത് ഇത് ഔദ്യോഗിക സംവിധാനങ്ങൾ അതിന്റെ വിവരങ്ങൾ പുറത്തുവിടുന്നത്, ഇന്റേണൽ സീക്രസി പുറത്തുവിടുന്ന വകുപ്പുകൾ, അതിനെതിരെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്ന IT ആക്ടുകളും ചുമത്തിയുടെ ഔദ്യോഗിക രഹസ്യങ്ങൾ പുറത്തുവിട്ടു തുടങ്ങിയ കുറ്റങ്ങളാണ് ഇയാൾക്ക് ഈ ഒരു പരാതി പ്രകാരം കേസ് മഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാണെങ്കിലും അൻവർ അതിന് പ്രതികരണത്തിൽ ഇനിയും ഒരുപാട് കേസുകൾ തനിക്കെതിരെ വരും, 100ഓളം കേസുകൾ കേരളത്തിൽ പലയിടത്തുമായിട്ടുണ്ടാകും എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത്. നേരത്തെ ഇന്നലെ തൃശ്ശൂരിൽ നിന്നും ഒരു പരാതി അൻവറിനെതിരെ ലഭിച്ച അതിൽ കേസെടുത്തിരുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നിരവധി പരാതികൾ തനിക്കെതിരെ ഉയരും. അതെല്ലാം മുൻകൂട്ടി കണ്ടു തന്നെയാണ് ഇതിൽ നിൽക്കുന്നത്. ഫോൺ ചോർത്തുന്നതിലല്ല, ചോർത്തുന്ന വിവരം പുറത്തു പറഞ്ഞതിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നതെന്നായിരുന്നു അൻവറിന്റെ പ്രതികരണം. എന്നാലും അൻവർ ഇന്നും മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു. ഇന്നലെ ഉയർന്ന പരാതികളിലും അതേപോലെ ഇന്നലത്തെ സംഭവവികാസങ്ങൾ അദ്ദേഹം പ്രതികരണവും നൽകിയിരുന്നു. P. ശശിയുടെ വക്കീൽ നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും ലഭിച്ചതിന് ശേഷം തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം നിയമസഭയിൽ പ്രതിപക്ഷത്തിനൊപ്പം ഇരിക്കാൻ താനില്ല എന്ന വാർത്താ സമ്മേളനത്തിൽ അൻവർ വ്യക്തമാക്കി. എന്ത് ചെയ്യുമെന്ന് നിയമജ്ഞരുമായിട്ട് കൂടിയാലോചിച്ച് തീരുമാനിക്കും. തനിക്ക് ഒരു പ്രത്യേക ഗ്രൂപ്പായ അല്ലെങ്കിൽ പ്രത്യേക ഇരിക്കാനുള്ള സംവിധാനം വേണം, പ്രതിപക്ഷത്തിനൊപ്പം ഇരിക്കാൻ താല്പര്യമില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഞായറാഴ്ച നടക്കുന്ന പൊതുസമ്മേളനമാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ ഒരുപാട് പേർ പങ്കെടുക്കുമെന്നും എല്ലാ പാർട്ടികളിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാകുമെന്നും അൻവർ പ്രതീക്ഷ പ്രകടിപ്പിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അദ്ദേഹം നിയമസഭയിൽ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാണെങ്കിലും ഈ ഒരു പോലീസിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ കേസുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതലായിട്ട് എടുക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നേരിടാൻ ഒരുങ്ങി തന്നെയാണ് താൻ നിൽക്കുന്നതെന്നും അൻവർ വ്യക്തമാക്കി. സജിത്ത്.